തുടക്കത്തിൽ ഗുരുജി അവരുമായിട്ടൊക്കെ ഉള്ളൊരു ബന്ധം കേരളത്തിലെത്തുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഗുരുജിയെ കണ്ട ഒരു സാഹചര്യം, അത് ഗുരുജിയെ കണ്ടിട്ടുള്ള ആദ്യത്തെ ഒരു അനുഭവം 1948 സംഘത്തിൻ്റെ നിരോധനം കഴിഞ്ഞ ശേഷം പരമപൂജ്യന് ഗുരുജി, എനിക്കിപ്പോൾ ഓർമ്മയില്ല, മംഗലാപുരത്തു നിന്നാണോ കൊച്ചിയിൽ നിന്നാണോ ട്രെയിനിൽ പാലക്കാട് കൂടെ കടന്നു പോകുന്നു എന്ന് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികളാണ് ശാഖയിൽ. അപ്പോൾ ഗുരുജി നിരോധനം കഴിഞ്ഞ് ജയിൽ ജീവിതം കഴിഞ്ഞിട്ട് പുറത്തു വരാണ്, മംഗലാപുരം മദ്രാസിലേക്ക് പോകുന്ന സമയം. അപ്പോൾ നമ്മുടെ ശാഖയിൽ പറഞ്ഞു ഗുരുജിയെ കാണാൻ എല്ലാവരും പോകണം, അദ്ദേഹത്തെ പുഷ്പവൃതി സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ കുട്ടിയായിരുന്നു, എനിക്ക് പോകാനും അതുമില്ല. എന്നേക്കാൾ മൂത്ത ഒരു 3 വയസ്സുള്ള ജ്യേഷ്ഠനുണ്ട്, അവരെല്ലാവരും കൂടിയിട്ട് പോവും. അപ്പോൾ കുട്ടികളൊന്നും വരേണ്ട ആവശ്യമില്ല എന്നായിരുന്നു പറഞ്ഞു. പക്ഷേ ശാഖയിൽ ഈ കാര്യങ്ങളുണ്ട്, നമുക്ക് പോകണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് നമുക്ക് ഇവരുടെ പുറകെ പോകാം എന്ന് പറഞ്ഞ് അവർ പോകുന്നുണ്ട്. അവരെ കാണാതെ പുറകിൽ പതുങ്ങി കുറച്ച് പിന്തുടർന്ന് നമ്മൾ പോയി. കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ വരുന്നവർ കണ്ടു. പിന്നെ തിരിച്ചയക്കാൻ നിർത്തില്ലാണ്ട് അവരുടെ കൂടെ പോയി. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഗുരുജിക്ക് എല്ലാവർക്കും പൂക്ക് എറിയുന്നുണ്ട്. പക്ഷേ നമ്മൾ പൊക്കം കഴിഞ്ഞാലും ഗുരുജിയെ കാണാനായിട്ട് നമ്മൾ മുന്നിൽ നിർത്തി. അപ്പോൾ നമ്മൾ നമസ്തേയൊക്കെ പറഞ്ഞതോടുകൂടി ഗുരുജി എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ട് തലോടൊക്കെ ചെയ്യുമ്പോൾ ആ ഗുരുജിയുടെ സ്പർശം കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സൗഭാഗ്യം. അങ്ങനെയാണ് ഗുരുജി ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ 1951 പാലക്കാട് പ്രാരിയിൽ വെച്ചിട്ടൊരു ക്യാമ്പ് നടന്നിരുന്നു. അപ്പോൾ കേരളത്തിലെ എല്ലാ ഭാഗത്തുനിന്നുള്ള സ്വയം സേവയുടെ ക്യാമ്പാണ്. ആ ക്യാമ്പിൽ അച്ഛനും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ കുട്ടികളായതുകൊണ്ട് നമുക്ക് പോകാൻ നിർത്തിയില്ല. പക്ഷേ തലേ ദിവസം ആ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ധ്വജസ്തംഭം പെയിൻറ്റ് ചെയ്യണം, അവിടെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം. നമ്മുടെ ശാഖയിലെ സ്വയംസേവർ അവിടെ പോരും. അപ്പോൾ എനിക്ക് കിട്ടിയ ചുമതല ആ ധ്വജസ്തംഭത്തിൻ്റെ ബാക്കിൽ വെച്ച് ഞാൻ ഡ്രൈവ് ചെയ്താൽ മതി, ഇപ്പോൾ ബാക്കിയുള്ളവർ പെയിൻറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം പിറ്റേ ദിവസം ജ്യേഷ്ഠനും അച്ഛനൊക്കെ ക്യാമ്പിൽ പോയി. എനിക്ക് പോകാൻ നിർത്തില്ല, ഞാൻ വാശി പിടിച്ചു. അപ്പോൾ പിന്നെ അമ്മ പറഞ്ഞ് എവിടെയെങ്കിലും പോകുന്നുണ്ട് ഗണപേക്ഷത്തിന്. പക്ഷേ പോകാനുള്ള വഴിയായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ക്യാമ്പിൽ പോയപ്പോൾ മുമ്പിൽ ഗാർഡൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവർക്കറിയാം സംഘത്തിൻ്റെ. പിന്നെ ഞാൻ ക്യാമ്പിൽ പോയി. അങ്ങനെ ക്യാമ്പ് ഫീസ് കൊടുക്കാതെ ക്യാമ്പിൽ ഇറങ്ങാതെ ഒരു ദിവസം അവിടെ താമസിച്ചു. അത് ഗുരുജി പങ്കെടുത്തൊരു വലിയ ക്യാമ്പായിരുന്നു. അതായിരുന്നു ഗുരുജിയെ രണ്ടാമത്തെ കണ്ട സന്ദർഭം. ഗുരുജി സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ പ്രചാരകമായിട്ട് കണ്ട്? അല്ല, പ്രചാരകമൊക്കെ ആയി കഴിഞ്ഞ ശേഷം നമ്മുടെ അനവധി ബൈഠക്കുകളും കാര്യങ്ങൾക്ക് വരില്ല. ഞാനിപ്പോൾ പ്രചാരക്കായ ശേഷം ഗുരുജിയുടെ ആദ്യത്തെ ഒരു സംഗതി പൂജ്യന് 1961 നമ്മുടെ കേരളത്തിൽ വെച്ചിട്ട് സംഘശിക്ഷാവർഗം നടക്കണം. ആ സംഘശിക്ഷാവർഗിൽ പൂജ്യന് ഗുരുജി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രബന്ധക്കായിട്ട് 58 വിചാരിക്കാം ഗുരുജിയുടെ പ്രബന്ധക്കായിട്ട് ഞാൻ ആ ഓഫീസുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ മുതൽ അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കൂടുതലങ്ങനെ സംസാരിക്കലൊന്നുമില്ല, അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാം. രാത്രി ബൈഠക്ക് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന് കുറങ്ങാനുള്ള വ്യവസ്ഥ ചെയ്യാം. ഈ തരത്തിലൊക്കെ പൂജനായിട്ട് ഗുരുജിയായിട്ട് അടുത്ത് ബന്ധപ്പെടാൻ. ബൈഠക്കിൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ കുറച്ച് കഴിഞ്ഞ ശേഷം ശാഖയുടെ കോട്ടയത്ത് വെച്ചിട്ട് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു തിരുനക്കര മൈതാനത്ത്. അപ്പോൾ തിരുനക്കര മൈതാനത്ത് ഫങ്ഷൻ നടക്കുമ്പോൾ ഞാൻ യോഗജാബിൻ്റെ ശിക്ഷക്കായിട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു ടവല്, പണ്ടത്തെ ടർക്കി ടവൽ പോലെ കയ്യിൽ വയ്ക്കുന്നൊരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ടർക്കി ടവൽ വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം എടുക്കുന്നത്. ഗുരുജിയുടെ പരിഭാഷപ്പെടുത്താൻ പരമേശ്വരി അവിടെ ഇരിക്കുന്നുണ്ട്. ടേക്ക് ദ ടവൽ ഫ്രം ഹിം എന്ന് പരമേശ്വരി പറഞ്ഞു. പരമേശ്വരി ഇറങ്ങി വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ പിന്നീട് പരമേശ്വരി പറഞ്ഞു, ഞാനത് ടവൽ എടുക്കുമ്പോൾ തന്നെ ഒന്ന് പിടിവലിയൊക്കെ ഉണ്ടാകുമെന്നൊക്കെ ഒരു മനസ്സിൽ പേടിയുണ്ടായിരുന്നു. ചെറിയ ചെറിയ സംഗതികളിൽ പോലും പൂജന് ഗുരുജി ശ്രദ്ധിക്കുന്നത്. 62 ഞാൻ OTC പോകുന്നു, മദ്രാസിൽ ഫസ്റ്റ് ഇയർ OTC. തേർഡ് ഇയറിലാണ് ശരിക്കും. 58 എൻ്റെ ഫസ്റ്റ് ഇയർ OTC. അതിൽ പൂജന് ഗുരുജി വന്നിരുന്നു. പക്ഷെ ഞാൻ OTCയിൽ പോകുന്നത് അസുഖമായിട്ടാണ്, പനിയുണ്ടായിരുന്നു. പക്ഷേ പോകണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും വാശിയോട് കൂടി പോയി. അച്ഛനാണ് എൻ്റെ പെട്ടിയൊക്കെ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് യാത്ര അയച്ചത്.
ക്യാമ്പിൽ പോയി തന്നെ സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഗുരുജി ആദ്യം തന്നെ ക്യാമ്പിൽ വന്നിരുന്നു. അപ്പോൾ അദ്ദേഹം സംഘസ്ഥാനിലൊക്കെ പോയ ശേഷം മെഡിക്കലിലെ ആൾക്കാരെ കാണാനായിട്ട് വന്നു. അപ്പോൾ ഗുരുജി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഗുരുജി എന്താ പേരെന്നൊക്കെ ചോദിക്കും വിചാരിച്ചിട്ട്. അപ്പോൾ ഗുരുജി വന്നതിന് ക്യാ ഹുവാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സേതു മാധവൻ. മനസ്സിട്ടായിരുന്നു അരേ ഞാൻ ക്യാ. ഈ തരത്തിൽ ചില അനുഭവങ്ങൾ ആ കാലഘട്ടത്തിൽ ഗുരുജിയോട് സംസാരിക്കാനും കാര്യങ്ങളുണ്ട് കേട്ടോ.